ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്, ചെമ്മീൻ ചമ്മന്തി. ഈ ചെമ്മീൻ ചമ്മന്തിയുടെ പ്രത്യേകത, ഒരു വർഷം വരെ ഇത് കേടുകൂടാണ്ടിരിക്കുകയും ചെയ്യും, അതേ രുചിയിലും മണത്തിലും ഇത് ഇരിക്കുകയും ചെയ്യും. അത് മാത്രമല്ല, നമുക്ക് ഇവിടെ യാത്ര പോവുകയാണെങ്കിൽ കൊണ്ടുപോകാനും പിന്നെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വരുവാണെങ്കിൽ അവർക്ക് കൊടുത്തു വിടാനും ഈ ചെമ്മീൻ ചമ്മന്തി പറ്റും. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? 50 ഗ്രാം ചെമ്മീൻ, അരമുറി തേങ്ങ, 3 സ്പൂൺ വെളിച്ചെണ്ണ, 10 ചുവന്നുള്ളി, ആവശ്യത്തിന് ഉപ്പ്, 2 സ്പൂൺ മുളക് പൊടി, 2 തണ്ട് കറിവേപ്പില. അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ തീ കത്തിച്ച് നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് എണ്ണ ഒഴിക്കാണ്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നല്ലപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോഴത്തേനും ഇത് റെഡി ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇപ്പൊ എല്ലാം കൂടെ നമുക്കൊന്ന് അമ്മിയിൽ ഒതുക്കിയെടുക്കണം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അയ്യോ ഞങ്ങളുടെ വീട്ടിൽ അമ്മി ഇല്ലല്ലോന്ന്. അതൊന്നും കൊണ്ട് വിഷമിക്കണ്ട. നിങ്ങളുടെ വീട്ടിൽ മിക്സി ഉള്ളെങ്കിൽ അതിലൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ അമ്മിയിൽ അരയ്ക്കാൻ കാരണം, അമ്മിയിൽ അരച്ചാൽ കൂടുതൽ സ്വാദുണ്ടാവും. ഈ ചുവന്നുള്ളി ഒന്ന് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞങ്ങളിപ്പോ ഇച്ചിരി കൂടുതൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഉണക്കച്ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതില് ഇച്ചിരി അഴുക്കൊക്കെ ഉള്ള കാരണം ഞങ്ങൾ അതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇച്ചിരി കൂടുതൽ ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. ചെമ്മീൻ ഒന്ന് ഒതുക്കിയെടുക്കാനേ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ചെമ്മീൻ മൊത്തം പൊടിഞ്ഞു പോകും. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കാനേ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ചെമ്മീൻ മൊത്തം പൊടിഞ്ഞു പോകും. കണ്ടില്ലേ, നമ്മുടെ ചെമ്മീൻ ചമ്മന്തിക്കുള്ള കൂട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. ഒത്തിരി പൊടിഞ്ഞു പോവാണ്ട്, ഇതുകൊണ്ടോ ചെമ്മീനൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് കിട്ടണം. ഒത്തിരി പൊടിഞ്ഞു പോയാൽ ഇത് വലിയ രസമായി വരില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വേണം പൊടിച്ചെടുക്കാൻ. നമുക്ക് ഈ ചീനിച്ചട്ടിയിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായി വന്നതിന് ശേഷം തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. നല്ലോണം ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ചെമ്മീൻ ചമ്മന്തി കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നല്ലോണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ചോട് പിടിക്കാണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നവരെ നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് നമ്മളിങ്ങനെ സാവധാനം
നല്ലവണ്ണം മുരിച്ചെടുത്താൽ 1 വർഷം വരെ ഈ ചെമ്മീൻ ചമ്മന്തി കേടുകൂടാതിരിക്കും. കണ്ടില്ലേ, ഇപ്പൊ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ ചെമ്മീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനല്ല കേട്ടോ ടെസ്റ്റ് ചെയ്യുന്നത്, എന്റെ ചേച്ചിയുടെ മോനാണ്. ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. അമ്പാടിക്ക് ചെമ്മീൻ ചമ്മന്തി ഇഷ്ടമാണോ? ടീച്ചറെ, ഇന്നത്തെ എന്റെ റെസിപ്പിയും എന്റെ കുഞ്ഞു ചാനലും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോകൾക്കായി ആ സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ